റിയ വിവാഹം കഴിച്ചത് മോഹിത്തിനെയായിരുന്നു. രണ്ടുപേരും കൂടി വീട് നല്ല രീതിയിൽ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. റിയയുടെ അമ്മായച്ചനായ കേശവന് ഗ്രാമത്തിലെ അങ്ങാടിയിൽ വഴുതനങ്ങ വിൽക്കുന്ന ജോലിയായിരുന്നു. ഒരു ദിവസം വൈകിട്ട് കേശവ് ജോലിയെല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ തന്റെ മരുമകളായ റിയയോട് പറഞ്ഞു. പ്രിയമോളെ, ഞാൻ കുറച്ചു ദിവസം ഗ്രാമത്തിലേക്ക് പോവുകയാണ്. എന്റെ സഹോദരന് തീരെ സുഖമില്ല. അവനെന്നെ കാണണമെന്ന് പറഞ്ഞു. ശകുന്തളയെ ഞാൻ കൂടെ കൂട്ടുന്നില്ല. കാരണം അത്രയും ദൂരം യാത്ര ചെയ്യാനുള്ള ആരോഗ്യം അവൾക്കില്ലല്ലോ. പിന്നെ രജനി ഇവിടത്തെ കാര്യങ്ങളിൽ നിന്നെ സഹായിക്കാനുണ്ടല്ലോ. അപ്പോ ഇവിടത്തെ കാര്യങ്ങളെല്ലാം നോക്കിക്കോളണേ. ശരി, അങ്ങനെ ആവട്ടെ അച്ഛാ. എനിക്ക് തൽക്കാലം ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ എന്റെ കയ്യിലൊരു 5 കിലോ വഴുതനങ്ങ ബാക്കിയുണ്ട്. ഇനി ഇതെന്ത് ചെയ്യുമെന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. അതിനെക്കുറിച്ച് ഓർത്ത് അച്ഛൻ എന്തിനാ വിഷമിക്കുന്നത്? അങ്ങനെ അമ്മായച്ചനും മരുമകളും തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ശകുന്തള അവിടെ എത്തിച്ചേർന്നു. മോളെ, വഴുതനങ്ങയും ഉരുളക്കിഴങ്ങും കൂടി കറി വെക്കണ്ട. എനിക്കത് തീരെ ഇഷ്ടമുള്ളതല്ല. അല്ലാതെ വഴുതനങ്ങ കൊണ്ട് മറ്റെന്ത് വേണമെങ്കിലും നീ ഉണ്ടാക്കിക്കോ. പിന്നെ ഞാൻ നാളെ പോകുന്നത്. അതുകൊണ്ട് രാത്രി ഭക്ഷണം കഴിച്ചിട്ടേ പോകൂ. ശരി അച്ഛാ, ഞാൻ വഴുതനങ്ങ കൊണ്ടുള്ളൊരു തോരൻ ഉണ്ടാക്കാം. വേണ്ട വേണ്ട, വഴുതനങ്ങ കഴിച്ചാൽ എനിക്ക് ഗ്യാസ് ഉണ്ടാകും. അതുകൊണ്ടെന്തായാലും വഴുതനങ്ങ കറി വേണ്ട. ഈ രീതിയിൽ പറഞ്ഞുകൊണ്ട് അമ്മായച്ചനും അമ്മായിയമ്മയും പോയി. പിന്നെ ഇപ്പോൾ എന്തുണ്ടാക്കണമെന്ന് റിയയ്ക്ക് ഒരു പിടിയും കിട്ടിയില്ല. അങ്ങനെ വഴുതനങ്ങയെ നോക്കി റിയ സ്വയം തന്നോട് തന്നെ പറഞ്ഞു. ഇനിയിപ്പോ ഈ വഴുതനങ്ങ കൊണ്ട് ഞാൻ എന്തു ചെയ്യും? ഒന്നും മനസ്സിലാകുന്നില്ല. യൂട്യൂബിലൊന്ന് നോക്കാം. ചിലപ്പോൾ എന്തെങ്കിലും വഴി കിട്ടിയാലോ? അങ്ങനെ റിയ യൂട്യൂബ് ചെക്ക് ചെയ്തപ്പോഴാണ് വഴുതനങ്ങ കൊണ്ടുള്ള ബിരിയാണിയെക്കുറിച്ച് അറിയുന്നത്. അവൾ പറഞ്ഞു, ആഹാ, ഇത് കൊള്ളാമല്ലോ. എന്നാ പിന്നെ എല്ലാവർക്കും വഴുതനങ്ങ ബിരിയാണി തന്നെ ആക്കാം. കഴിക്കുമ്പോൾ കുറച്ച് എരിവും പുളിയൊക്കെ ഉണ്ടാവും. രാത്രി കഴിക്കുമ്പോൾ ലൈറ്റായ ഭക്ഷണമാവുകയും ചെയ്യും. അങ്ങനെ റിയ ഉടനെ തന്നെ യൂട്യൂബ് ഓപ്പൺ ചെയ്ത് വഴുതനങ്ങ ബിരിയാണി ഉണ്ടാക്കി തുടങ്ങി. പിന്നീടത് എല്ലാവർക്കും കഴിക്കാനായി കൊടുത്തു. കുടുംബം മൊത്തം ഒരുമിച്ചിരുന്ന് വഴുതനങ്ങ ബിരിയാണി കഴിക്കുകയായിരുന്നു. അപ്പോൾ റിയയുടെ നാത്തൂൻ രജനി പറഞ്ഞു, കൊള്ളാല ചേട്ടത്തി, കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതിൽ വഴുതനങ്ങ ഉണ്ടെന്ന് മനസ്സിലാവുന്നതേ ഇല്ല. ഇങ്ങനെ എല്ലാവരിൽ നിന്നും പ്രശംസ കേട്ടു തുടങ്ങിയപ്പോൾ റിയയ്ക്ക് അഭിമാനവും സന്തോഷവും തോന്നി തുടങ്ങി. അങ്ങനെ എല്ലാവരും പ്രശംസിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇടയിൽ അമ്മായച്ചനായ കേശവ് പറഞ്ഞു, മോളെ, എന്റെ ട്രെയിൻ നാളെ രാവിലെ 9 മണിക്കാണ്. ഞാൻ ഭക്ഷണം പാക്ക് ചെയ്തെടുത്തോളാം. എനിക്ക് നീ വഴുതനങ്ങ ബിരിയാണി ഉണ്ടാക്കി തന്നിരുന്നെങ്കിൽ. അച്ഛാ, ഇപ്പൊ ഉണ്ടാക്കിയ ബിരിയാണി എന്തായാലും കഴിഞ്ഞുപോയി. എന്നാലും കുഴപ്പമില്ല, അച്ഛൻ വിഷമിക്കണ്ട. ഞാൻ രാവിലെ തന്നെ വീണ്ടും വഴുതനങ്ങ ബിരിയാണി ഉണ്ടാക്കി തരാം. ഇനിയിപ്പോ നാളെ എല്ലാവർക്കും ഇത് തന്നെ മതിയെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും തികയുന്ന പോലെ തന്നെ ഞാൻ ഇതുണ്ടാക്കാം. അല്ലെങ്കിൽ അച്ഛനുള്ളത് മാത്രം ഉണ്ടാക്കാം. ചേട്ടത്തി, എന്നാ ഞാനും ചേട്ടത്തിയുടെ കൂടെ അടുക്കളയിൽ വന്ന് നിൽക്കാം. ഈ ബിരിയാണി എങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് എന്നെയും കൂടെ ഒന്ന് പഠിപ്പിച്ചു തരോ? കാരണം എപ്പോഴെങ്കിലും ചേട്ടത്തി ബിസി ആയിരിക്കുമ്പോ എനിക്ക് തന്നെ ഉണ്ടാക്കാലോ. രജനിയുടെ വാക്കുകൾ കേട്ട് റിയ സ്വയം പറഞ്ഞു, ഹമ്പടി നാത്തൂനെ, നിനക്ക് ഞാൻ ബിരിയാണി ഉണ്ടാക്കാൻ പഠിപ്പിച്ചു തരാം. പക്ഷെ നീ അത് നന്നായി പഠിച്ചാലുണ്ടല്ലോ, നാളെ എനിക്കത് പണിയായിന്ന് വരും. പിന്നെ ഇവിടെ എല്ലാവരും നിന്നെയാവും തലയിൽ കയറ്റിവെക്കുക. ഈ റെസിപ്പി എന്തായാലും ഞാൻ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചതാ. ആ റെസിപ്പി എന്തായാലും ഞാൻ ആർക്കും കൊടുക്കില്ല. എന്തായത് നാത്തൂനെ, നീ അങ്ങനെ ബുദ്ധിമുട്ടേണ്ട കാര്യമില്ലല്ലോ. ഞാനുണ്ടല്ലോ ഇവിടെ. ഞാനെല്ലാം നോക്കിക്കൊള്ളാം. അല്ലെങ്കിലും ഈ ബിരിയാണി ഉണ്ടാക്കുക എന്ന് പറയുന്ന അത്ര വലിയ ജോലിയൊന്നുമല്ലല്ലോ. നീ നിന്റെ പഠിപ്പും കാര്യങ്ങളൊക്കെ നോക്ക്. ഐ ലവ് യു സോ മച്ച് ചേട്ടത്തി. നിങ്ങൾ ശരിക്കും എത്ര നല്ലതാ. അങ്ങനെ അടുത്ത ദിവസം റിയ അതിരാവിലെ തന്നെ എഴുന്നേറ്റ് തന്റെ അമ്മായച്ചനു വേണ്ടി ബിരിയാണിയെല്ലാം പാകം ചെയ്തു. അത് പാക്ക് ചെയ്ത് അദ്ദേഹത്തിന് കൊടുത്തു. അല്പം കഴിഞ്ഞപ്പോൾ അദ്ദേഹം അവിടെ നിന്ന് യാത്രയാവുകയും ചെയ്തു. സമയം കടന്നുപോയി. രാത്രി റിയ ഉരുളക്കിഴങ്ങും ഗോപിയും തയ്യാറാക്കുകയായിരുന്നു. അപ്പോൾ ശകുന്തള അടുക്കളയിലേക്ക് വന്ന് മരുമകളോട് പറഞ്ഞു, മോളെ, നീ ഇന്ന് എന്താ ഉണ്ടാക്കാൻ പോകുന്നത്? അമ്മേ, ഞാൻ ഉരുളക്കിഴങ്ങും ഗോപിയും കൂടിയുള്ള കറി ഉണ്ടാക്കാൻ പോവുകയാണ്. അതിന്റെ കൂടെ കുറച്ച് ചപ്പാത്തിയും ചോറും കൂടി ഉണ്ടെങ്കിൽ വളരെ നന്നായിരിക്കില്ലേ? മോളെ, ചോറുണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കൂടെ എനിക്ക് കുറച്ച് വഴുതനങ്ങ ബിരിയാണി കൂടെ ഉണ്ടാക്കിക്കോ. പിന്നെന്താ അമ്മേ, ശരി. അങ്ങനെ റിയ അമ്മായിമ്മയ്ക്ക് വേണ്ടി വഴുതനങ്ങ ബിരിയാണി ഉണ്ടാക്കുന്നതിനോടൊപ്പം തന്നെ ഉരുളക്കിഴങ്ങും ഗോപിയും ചേർത്തുള്ള കറിയും കൂടി ഉണ്ടാക്കി. അങ്ങനെ സമയം കടന്നു പോകുന്തോറും റിയയുടെ ഭർത്താവിന്റെ വീട്ടിലുള്ള എല്ലാവരും വഴുതനങ്ങ ബിരിയാണിയോട് വളരെ പ്രിയമുള്ളവരായി മാറി. പക്ഷേ വഴുതനങ്ങ കൊണ്ടുള്ള ബിരിയാണി ദിവസവും കഴിച്ച് റിയയ്ക്ക് മടുപ്പ് തോന്നി തുടങ്ങി. ഷെടാ, ഈ വഴുതനങ്ങ കൊണ്ടുള്ള ബിരിയാണി ദിവസം ഉണ്ടാക്കി ഉണ്ടാക്കി തിന്ന് ഞാൻ മടുത്തു. ഒരു കാര്യം ചെയ്യാം, ഇവരോടൊക്കെ ഒന്ന് സംസാരിച്ചു നോക്കാം. ഇപ്പോ വഴുതനങ്ങ ബിരിയാണി കഴിക്കാനേ തോന്നുന്നില്ല. ഉണ്ടാക്കാൻ ഒരു മൂഡില്ല. എന്റെ അഭിപ്രായത്തിൽ ഇനി നമ്മൾ പുതിയ എന്തെങ്കിലും ട്രൈ ചെയ്യാം. വേണ്ട മോളെ, ഞങ്ങൾക്കെല്ലാം വഴുതനങ്ങ ബിരിയാണി തന്നെയാണ് ഇഷ്ടം. ഞങ്ങൾക്ക് ദിവസവും അത് കിട്ടിയാ മതി.
ശകുന്തള റിയ പറയുന്നത് അനുസരിക്കാൻ കൂട്ടാക്കിയില്ല. അങ്ങനെ ഒരു ദിവസം വഴുതനങ്ങ ബിരിയാണിയെ സംബന്ധിച്ച് റിയ തന്റെ ഭർത്താവിനോട് പരാതി പറഞ്ഞു. അത് കേട്ടപ്പോൾ മോഹിത് പറഞ്ഞു, നിനക്ക് വഴുതനങ്ങ ബിരിയാണി ഉണ്ടാക്കാൻ എളുപ്പമാണെങ്കിൽ അതുണ്ടാക്കാൻ എന്താ ഇത്ര ബുദ്ധിമുട്ട്? ഞങ്ങൾക്കെല്ലാം വഴുതനങ്ങ ബിരിയാണി വലിയ ഇഷ്ടമാ. അതുകൊണ്ടാ ദിവസവും അതുണ്ടാക്കിക്കുന്നത്. മോഹിത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് രജനിയും ശകുന്തളയും കയറി വന്നു. അവരുടെ സംസാരം കേട്ട് ഇവരിങ്ങനെ പറഞ്ഞു, അതെ ചേട്ടത്തി, പിന്നെ ഞാനും പറഞ്ഞതല്ലേ എന്നെ ആ ബിരിയാണി വെക്കാൻ പഠിപ്പിക്കാൻ. പക്ഷെ ചേട്ടത്തി എന്നെ പഠിപ്പിച്ചില്ല. ഇവരൊക്കെ പറയുന്നത് കേട്ട് റിയയ്ക്ക് ആകെ വിഷമമായി തുടങ്ങി. കാരണം അവൾക്കിപ്പോൾ ആ ബിരിയാണി ഉണ്ടാക്കാനോ കഴിക്കാനോ താല്പര്യമുണ്ടായിരുന്നില്ല. എന്നാൽ ഭർത്താവിന്റെ വീട്ടുകാർക്ക് വഴുതനങ്ങ ബിരിയാണി മാത്രം മതി. അങ്ങനെ വഴുതനങ്ങ ബിരിയാണി ഉണ്ടാക്കുന്ന കൂട്ടത്തിൽ അവൾ ബിരിയാണിയിൽ കുറച്ച് മുളക് കൂടുതലിട്ടു. അല്പം സമയം കഴിഞ്ഞ് എല്ലാവരും ബിരിയാണി കഴിക്കാനായി എത്തി. എന്റെ ഈശ്വരാ, മരുമോളെ, നീ ഏത് ജന്മത്തിലെ പ്രതികാരം തീർത്തതാ? ഒന്ന് പറഞ്ഞേ, ഈ വഴുതനങ്ങ ബിരിയാണിയിൽ ആരെങ്കിലും ഇത്രയും മുളക് ചേർക്കുവോ? അയ്യോ, എന്റെ നാവൊക്കെ പൊള്ളിപ്പോയതുപോലെയുണ്ട്. എന്താമ്മേ, ഇടയ്ക്ക് ഇതുപോലുള്ള സാധനങ്ങളൊക്കെ നന്നായിരിക്കും. അല്ലെങ്കിലും ചേട്ടത്തി അത്ര മുളകൊന്നും ഇട്ടിട്ടില്ല. ചേട്ടത്തി, ഇനി മുതൽ ബിരിയാണിയിൽ ഇതുപോലെ നല്ല എരിവുള്ളതാക്കിയാ മതി. രജനി, നിനക്കെന്താ വട്ടുപിടിച്ചോ? നീ എനിക്ക് വേണ്ടി എന്ത് വേണേലും ഉണ്ടാക്കിയോ റിയ, പക്ഷേ ഈ വഴുതനങ്ങ ബിരിയാണി മാത്രം വേണ്ട. ഈ രീതിയിൽ ശകുന്തളയും മോഹിത്തും ഒരു തീരുമാനത്തിലെത്തുന്നു. പക്ഷേ ഇപ്പൊ റിയയുടെ ടാർഗറ്റ് നാത്തൂനാകുന്നു. കാരണം രജനിക്ക് എരിവും വളരെ ഇഷ്ടമാണ്, അതുപോലെ ബിരിയാണിയും. അങ്ങനെ സമയം കടന്നുപോയി. ഒരു ദിവസം റിയ രജനിയെ പേടിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, നാത്തൂനെ, വഴുതനങ്ങ വളരെ ചൂടാണ്. നീ ഇങ്ങനെ ദിവസവും വഴുതനങ്ങ ബിരിയാണി കഴിക്കാൻ തുടങ്ങിയാ മുഖത്ത് ചുവന്ന പാടുകൾ വരും. അത് കേട്ടപ്പോൾ രജനിക്ക് പേടിയാവുകയും തുടർന്ന് ഈ ബിരിയാണി വേണ്ടെന്ന് പറയുകയും ചെയ്തു. അങ്ങനെ സ്ഥിരമായി വഴുതനങ്ങ ബിരിയാണി കഴിച്ചുകൊണ്ടിരുന്ന വീട് ഒരു സാധാരണ വീടായി മാറി. ഇപ്പൊ അവരുടെ വീട്ടിൽ വഴുതനങ്ങ ബിരിയാണി വല്ലപ്പോഴും മാത്രമേ ഉണ്ടാക്കാറുള്ളൂ. 8 വയസ്സുള്ള സുകന്യ എണീറ്റയുടനെ കണ്ണും തിരുമ്മിക്കൊണ്ട് അവളുടെ അമ്മയുടെ അടുത്തേക്ക് പോയി. അവളുടെ അമ്മ മായ സോഫയിലിരുന്ന് TV കാണുകയായിരുന്നു. മമ്മി, എനിക്ക് മാഗി കഴിക്കണം. ആ ഇപ്പൊ ഉണ്ടാക്കിത്തരാം. നിന്റെ പപ്പ ഓഫീസിലെ ട്രിപ്പിന് വേണ്ടി പുറത്തു പോയിരിക്കുകയാണ്. വീട്ടിൽ ഞാനും നീയും മാത്രമേ ഉള്ളൂ. ഒരു കാര്യം ചെയ്യാം, 2 പേർക്കും അത് തന്നെ ഉണ്ടാക്കാം. മായ മടി കാരണം പെട്ടെന്ന് മാഗി തന്നെ ഉണ്ടാക്കുന്നു. അവൾ സ്വയം കഴിക്കുന്നു, കൂടെ മോൾക്കും കൊടുക്കുന്നു. കൂടുതൽ ദിവസവും അവളുടെ ഭർത്താവ് ട്രിപ്പിലായിരിക്കും. അതിനാൽ അവർ എളുപ്പത്തിൽ 2 പേർക്കും വേണ്ടി മാഗിയാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ സമയം കടന്നുപോയി. സുകന്യയ്ക്ക് ഇപ്പോൾ 22 വയസ്സ്. മമ്മി എവിടെയാണ്? ഓ ഗോഡ്, മമ്മി പൂജയിലാണെന്ന് തോന്നുന്നു. എനിക്ക് കോളേജിന് ലേറ്റ് ആകുന്നു. ഒരു കാര്യം ചെയ്യാം, പെട്ടെന്ന് മാഗി ഉണ്ടാക്കാം. എന്റെ ഓൾ ടൈം ഫേവറേറ്റ്. സുകന്യ അടുക്കളയിൽ പോയി മാഗി ഉണ്ടാക്കാൻ തുടങ്ങുന്നു. അവൾ കുറച്ച് പച്ചക്കറികളും കൂടി അതിൽ ഇടാൻ തുടങ്ങുന്നു. പച്ചക്കറികൾ കട്ട് ചെയ്യുന്നതിനിടയിൽ അവളുടെ കൈ മുറിയുന്നു. ഓ മമ്മി! അവളുടെ ശബ്ദം കേട്ട് പെട്ടെന്ന് പൂജ തീർത്ത് അവളുടെ അമ്മ മായ പുറത്തേക്ക് വരുന്നു. ആരേ, ഇതെന്താ, വിരൽ മുറിച്ചോ? ശ്രദ്ധിച്ച് ജോലി ചെയ്യാൻ അറിയില്ലേ? സുകന്യയുടെ അമ്മ അവളുടെ കയ്യിൽ ബാൻഡേജ് കെട്ടിക്കൊടുത്തു. എന്നിട്ട് അവൾക്ക് വേണ്ടി മാഗി ഉണ്ടാക്കുന്നു. സുകന്യ തന്റെ അച്ഛന്റെയും അമ്മയുടെയും ഒരേ ഒരു മകൾ ആയതുകൊണ്ട് അവളെ കൊണ്ട് അധികം അടുക്കളപ്പണി ഒന്നും ചെയ്യിച്ചിരുന്നില്ല. സുകന്യക്ക് മാഗി അല്ലാതെ വേറൊന്നും ഉണ്ടാക്കാൻ അറിയില്ലായിരുന്നു. അങ്കിത്, എത്ര നാൾ നീ ഇങ്ങനെ എന്നോടൊപ്പം കറങ്ങി നടക്കും? ഓ മാഡം, നിന്റെ കാര്യത്തിൽ ഞാൻ സീരിയസ് ആണ്, ഒന്ന് മനസ്സിലാക്ക്. പിന്നെ നീ എന്തുകൊണ്ടാണ് എന്റെ വീട്ടിൽ വന്ന് പെണ്ണ് ചോദിക്കാത്തത്? മാഡം, ആദ്യം പഠിത്തമൊക്കെ പൂർത്തിയാക്കണം, എന്നിട്ട് എനിക്കൊരു ജോലിയൊക്കെ ആകട്ടെ, എന്നിട്ടല്ലേ വരാൻ പറ്റൂ. സമയം കടന്നുപോയി. അങ്കിത്തിന് നല്ലൊരു ജോലി ലഭിക്കുന്നു. അവനെ മാഗി ഉണ്ടാക്കുന്ന കമ്പനിയിൽ മാനേജറായി നിയമിക്കുന്നു. എന്നിട്ട് അവൻ തന്റെ വീട്ടിൽ സുകന്യയെക്കുറിച്ച് പറയുന്നു. 2 പേരുടെയും കുടുംബങ്ങൾ തമ്മിൽ പരസ്പരം കാണുന്നു. നോക്കൂ സഹോദരി, ഇതെന്റെ ഒരേ ഒരു മോളാണ്. വളരെയധികം സ്നേഹിച്ചാണ് ഞാൻ അവളെ വളർത്തിയത്. നിങ്ങൾ വിഷമിക്കേണ്ട സഹോദരി, നമ്മൾ മകളായിട്ടാണ് അവളെ കൊണ്ടുപോകുന്നത്. കുറച്ചു മാസങ്ങൾ കഴിഞ്ഞ് അവർ 2 പേരുടെയും വിവാഹം നടക്കുന്നു. ഒരു ദിവസം, മരുമോളെ, പെട്ടെന്ന് എനിക്കൊരു ചായ ഉണ്ടാക്കൂ. ദിവസവും എന്റെ കൈകൊണ്ടാണ് കുടിച്ചിരുന്നത്. ഇനി മരുമോളുടെ കൈകൊണ്ട് കുടിക്കാം. ശരി അമ്മേ, ഞാൻ ഇപ്പൊ ഉണ്ടാക്കി കൊണ്ടുവരാം. സുകന്യ പെട്ടെന്ന് അടുക്കളയിലേക്ക് പോയി ചായ ഉണ്ടാക്കി കൊണ്ടുവരുന്നു. അമ്മേ, കുടിച്ചു നോക്കിയിട്ട് പറയൂ എങ്ങനെയുണ്ടെന്ന്. അരെ നിക്ക്, ചൂടോടെ കുടിക്കാൻ പറ്റുമോ? നീ എന്റെ മരുമകളാണ്, ഓർഡർ ചെയ്യണ്ട. ആളുകൾ പറയുന്നത് ശരിയാണ്, അമ്മായിയമ്മ തന്നെയാണ്. അല്ല മരുമോളെ, ഇത് ചായയാണോ ഉണ്ടാക്കിയിരിക്കുന്നത് അതോ കഷായമോ? ഇത്രയും ചായപ്പൊടി ആരാണ് ഇടുന്നത് ഇതിൽ? എന്താ നിന്റെ അമ്മ നിന്നെ ചായ ഉണ്ടാക്കാൻ പോലും പഠിപ്പിച്ചിട്ടില്ലേ? അതമ്മേ, ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കിയതുകൊണ്ടാകാം. സാരമില്ല, ഞാൻ പഠിച്ചോളാം. ഉഫ്,
ഇന്നത്തെ പെൺകുട്ടികളുടെ കാര്യം. ചായ ഉണ്ടാക്കാൻ പോലും അറിയില്ല. ഓ മാഡം, നീ എന്തിനാണ് പറയുന്നത്? നിനക്ക് എന്തറിയാം? ഇത് കേട്ട് സുകന്യ പുഞ്ചിരിക്കുന്നു. നാത്തൂൻ എണീറ്റ് റൂമിലേക്ക് പോകുന്നു. കുറച്ചു സമയം കഴിഞ്ഞ് സുകന്യ എല്ലാവർക്കും വേണ്ടി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിക്കൊണ്ടുവരുന്നു. അവരെല്ലാം ഡൈനിങ് ടേബിളിന്റെ മുന്നിൽ വന്നപ്പോൾ മാഗി കണ്ട് അത്ഭുതപ്പെടുന്നു. മരുമോളെ, ഇതെന്താണ്? സോറി അമ്മേ, എനിക്ക് ആഹാരം. അതാണ് ചോദിച്ചത്. നിനക്ക് എങ്ങനെ മനസ്സിലായി നമുക്ക് കഴിക്കാൻ മാഗിയാണ് ഇഷ്ടമെന്ന്? അറിയാമോ, മാഗി കഴിക്കാത്ത ഒരു ദിവസം പോലും ഞങ്ങൾക്കില്ല. എന്നാൽ എനിക്ക് പച്ചക്കറി ഇട്ട മാഗിയാണ് ഇഷ്ടം. എനിക്ക് സ്പൈസി. സുകന്യ, എനിക്ക് ഉള്ളിയിട്ടത്. നിനക്കറിയാലോ, ഞാൻ മാഗി കമ്പനിയിൽ ജോയിൻ ചെയ്ത് തന്നെ നല്ല മാഗി വീട്ടിൽ കൊണ്ടുവരുവാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ദിവസവും അവിടുന്ന് 50 പാക്കറ്റ് മാഗിയാണ് വണ്ടിയിൽ ഒളിപ്പിച്ചു കൊണ്ടുവരാറുള്ളത്. അതെ അങ്കിത്, മാഗിയോടുള്ള സ്നേഹം കാരണം മോഷണമോ? വെരി ബാഡ്. ഞാൻ വിചാരിച്ചിരുന്നത് എനിക്ക് മാത്രമാണ് മാഗിയോട് ഇത്രയും ഭ്രാന്തെന്നാണ്. എന്നാൽ നിങ്ങളും ഒന്നും പുറകിലല്ല. മാഗി കമ്പനി വിചാരിച്ചാൽ നമ്മളെയെല്ലാം മാഗിയുടെ ഫാമിലി അംബാസിഡർ ആക്കാം. സുകന്യയ്ക്ക് സന്തോഷമായി. അവൾ 3 നേരവും എല്ലാവർക്കും വേണ്ടി മാഗി ഉണ്ടാക്കി. ഇന്ന് ഞാൻ എല്ലാവർക്കും വേണ്ടി മസാല ജീര മാഗി ഉണ്ടാക്കിയിട്ടുണ്ട്. ചേട്ടത്തി, നാളെ പനീർ മാഗി. ഹാ, നിങ്ങൾ വിഷമിക്കണ്ട. ഇപ്പോൾ ഞാൻ വന്നില്ലേ, ഇനി നിങ്ങൾ രാവിലെയും വൈകുന്നേരം എല്ലാം മാഗി തന്നെ കഴിക്കൂ. വീട്ടിലുള്ളവർ എല്ലാം രാവിലെയും വൈകുന്നേരവും മാഗി തന്നെ കഴിച്ചു. അതിഥികൾ വന്നാൽ അവർക്കും മാഗി തന്നെ ഉണ്ടാക്കി കൊടുക്കും. അതിനാൽ അതിഥികൾ വരാൻ പോലും പേടിച്ചിരുന്നു. നിങ്ങളുടെ മരുമോൾ എന്താണ് ഉണ്ടാക്കിക്കൊണ്ട് വന്നിരിക്കുന്നത്? മാഗി? ആ അതെ, ഇവൾക്കും നമ്മളെപ്പോലെ ഇത് വളരെ ഇഷ്ടമാണ്. നശിപ്പിച്ചു. മരുമോൾ വന്നതുകൊണ്ട് ഇനിയെങ്കിലും നല്ലത് വല്ലതും കഴിക്കാമെന്ന് കരുതിയതാണ്. ഇവൾക്കും ഈ പുഴുവിന്റെ ആഹാരമേ അറിയൂ. എനിക്കിവിടെ താമസിക്കണ്ട. ഞാൻ ഇന്ന് തന്നെ തിരിച്ചു പോകുന്നു. അല്ലെങ്കിൽ നിങ്ങൾ എന്നെ ഈ മൈദ കഴിപ്പിച്ച് കൊല്ലും. അമ്മായി പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പോകുന്നു. ഇതുകൊണ്ടൊന്നും അവർക്കൊരു മാറ്റവുമില്ല. ഇവിടെ അവർ മാഗി കഴിക്കുന്നത് തുടർന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ഒരു ദിവസം അറിയുന്നു സുകന്യ ഗർഭിണിയാണ്. സത്യത്തിൽ ഞാൻ അച്ഛനാകാൻ പോവുകയാണോ? താങ്ക് യു സോ മച്ച്. നീ എന്നെ ഇന്ന് വളരെ നല്ലൊരു വാർത്തയാ കേൾപ്പിച്ചത്. യു ആർ ദി ബെസ്റ്റ്. ഞാൻ അമ്മുമ്മ. മരുമോളെ, നീ ഇനി സ്വയം നല്ലപോലെ ശ്രദ്ധിക്കണം. വീട്ടിലേക്ക് ഒരു ജോലിക്കാരിയും വെക്കാം. ആഹാരത്തിനെ കുറിച്ച് ഒരു ടെൻഷനും വേണ്ട. രാവിലെയും വൈകുന്നേരവും മാഗിയല്ലേ നമ്മളെല്ലാം കഴിക്കുന്നേ. പുതിയ കുഞ്ഞതിഥി വരുന്നതിൽ വീട്ടിൽ എല്ലാവർക്കും സന്തോഷമായിരുന്നു. അങ്ങനെ 2 മാസം കടന്നുപോയി. എന്നാൽ എല്ലാവർക്കും ഒരേ ഒരു ചീത്ത ശീലമേ ഉണ്ടായിരുന്നുള്ളൂ. അവർ ഇപ്പോഴും മാഗി കഴിക്കുന്നത് വിട്ടിട്ടില്ല. ഒരു നാൾ, ആ ആ അമ്മേ, പെട്ടെന്ന് വരൂ. ശാലു, ശാലു, ആ അമ്മേ, ഇത് ചേട്ടത്തിയുടെ ശബ്ദമാണ്. അവർ അവളുടെ റൂമിലേക്ക് ചെന്നു. അവിടെ അവൾ വയറ്റിൽ പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്തു പറ്റി മരുമോളെ? അമ്മേ, വയറ് വേദനിക്കുന്നു, കൂടാതെ ബ്ലീഡിങ്ങും. എന്ത്? അല്ലയോ ഭഗവാനെ. ശാലു, നീ പെട്ടെന്ന് ക്യാബ് ബുക്ക് ചെയ്യേ. ഇവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. ശാലു പെട്ടെന്ന് വണ്ടി ബുക്ക് ചെയ്യുന്നു. കൂടെ അങ്കിത്തിനോട് ഹോസ്പിറ്റലിൽ എത്താൻ പറയുന്നു. കുറച്ചു സമയത്തിനുള്ളിൽ അവർ ഹോസ്പിറ്റലിൽ എത്തുന്നു. ചെക്കപ്പിന് ശേഷം, ഐ ആം സോറി. കൂടുതൽ മാഗി കഴിച്ചത് കാരണം കുട്ടിയുടെ ഉള്ളിലും അതാ പോയത്. അതിനാൽ കുട്ടി മരിച്ചു. സുകന്യയുടെ വയറിലും മാഗി കഴിച്ച് കുട്ടിക്ക് സർവൈവ് ചെയ്യുവാനുള്ള ഇമ്മ്യൂണിറ്റി ഇല്ലായിരുന്നു. ഇവൾ ഈ സമയം ഫ്രൂട്ട്സും പച്ചക്കറികളുമാ കഴിക്കേണ്ടത്. നിങ്ങൾക്കറിയാമോ, കൂടുതൽ മാഗിയോ മൈദയോ കഴിക്കുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തിന് എന്ത് ദോഷമാ ഉണ്ടാകുന്നതെന്ന്? ഇത് നമ്മുടെ കൈകളിൽ ഒട്ടുന്നു. അതുകൊണ്ട് മാസത്തിൽ 1-2 തവണ കഴിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. എന്ത്? എന്റെ കുട്ടി? ഡോക്ടർ, അങ്ങനെ സംഭവിക്കില്ല. സ്വയം ശ്രദ്ധിക്കണേ മോനെ. സുകന്യ ഇക്കാര്യം അറിഞ്ഞപ്പോൾ അവൾ നിശബ്ദയായി. ആ ദിവസത്തിനു ശേഷം മുഴുവൻ കുടുംബവും മാഗി കഴിക്കുന്നത് ഉപേക്ഷിച്ചു. അവർ ഇപ്പോൾ റൊട്ടിയും പച്ചക്കറിയുമാണ് കഴിക്കുന്നത്. അങ്കിത് വീട്ടിൽ മാഗി കൊണ്ടുവരുന്നത് നിർത്തി. കുറച്ചു മാസങ്ങൾ കടന്നുപോയപ്പോൾ സുകന്യ വീണ്ടും ഗർഭിണിയായി. എന്നാൽ ഇത്തവണ അവൾ ഒരു റിസ്ക് എടുക്കാൻ ആഗ്രഹിച്ചിരുന്നില്ല. അതുകൊണ്ട് അവൾ സ്വയം തന്നെ ശ്രദ്ധിച്ചിരുന്നു. കൂടാതെ ഭർതൃഗൃഹത്തിലുള്ളവരും അവളെ നന്നായി ശ്രദ്ധിച്ചു. ആരോഗ്യമുള്ള സാധനങ്ങൾ കഴിക്കുന്നതിന്റെ ഫലമായി അവൾ ഒരേ സമയം ഇരട്ട കുട്ടികളെ പ്രസവിച്ചു. ഒരു മകനും ഒരു മകളും. ഇപ്പോൾ അവരുടെ കുടുംബം പൂർണ്ണമായി. അവരെല്ലാം സന്തോഷത്തോടെ ഒരുമിച്ച് ജീവിച്ചു. Thanks for watching.